Hi guys, welcome to We Learn Study Platform First News GS Paper 3 Economy related article ആണ് To help for possessing 7 kg of uranium. So context യുറേനിയത്തിനെ പറ്റിയാണ്. യുറേനിയം ഒരു വീക്ക്ലി റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. കാരണം യുറേനിയത്തിൻ്റെ ഐസോടോപ്സ് അൺസ്റ്റേബിൾ ആണ്. ഇനി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് യുറേനിയം ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഒരു മാപ്പാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് ടെലിഗ്രാമിലിടാം, ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു യുറേനിയത്തിനെ എക്സ്പ്ലോർ ചെയ്യാനും മൈൻ ചെയ്യാനുമുള്ള ലീഗൽ പ്രൊവിഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള പബ്ലിക് സെക്ടർ കമ്പനീസിനാണ്. സോ കറൻ്റ്ലി ഇന്ത്യയിൽ ഇത് എൻഗേജ് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ എക്സ്പ്ലോറേഷൻ ആണെങ്കിലും മൈനിങ്ങും എല്ലാം ചെയ്യുന്നത് അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ റിസർച്ച് ആൻഡ് എക്സ്പ്ലോറും ഒപ്പം തന്നെ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡുമാണ്. ഇനി ലാർജസ്റ്റ് ഡെപ്പോസിറ്റ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ ഓസ്ട്രേലിയയിലാണ്, സെക്കൻഡ് കസാക്കിസ്ഥാൻ, തേർഡ് കാനഡ. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ചൈന ഹോൾഡ്സ് എക്കണോമിക് ഡയലോഗ് വിത്ത് ഓസ്ട്രേലിയ. സോ കോണ്ടെക്സ്റ്റ് ചൈന ഓസ്ട്രേലിയ ഇഷ്യൂ ആണ്, അവരുടെ കോൺഫ്ലിക്റ്റ് ആണ്. ഈ കോൺഫ്ലിക്റ്റിന് മേജർ റീസൺ എന്ന് പറയുന്നത് ഡാർവിൻ പോർട്ടാണ്. അപ്പോൾ ഈ ഡാർവിൻ പോർട്ടിനെ പറ്റിയാണ് ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ബെസ്റ്റ് മനസ്സിലാക്കണം. ഓസ്ട്രേലിയയുടെ നോർത്ത് റീജിയനിലാണ് ഡാർവിൻ പോർട്ട് ഉള്ളത്. അപ്പം തന്നെ ഈ ഒരു ഇഷ്യൂവിൻ്റെ ഒരു തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു കൊറോണ വൈറസ് അത് സ്പ്രെഡ് ആവുന്ന ആ ഒരു ടൈമിൽ എല്ലാവരും ചൈനയായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത്. ഒപ്പം തന്നെ ഓസ്ട്രേലിയയും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ചൈനയുടെ അഫയേഴ്സിനെ ഓസ്ട്രേലിയ ക്വസ്റ്റ്യൻ ചെയ്തു. ഒപ്പം തന്നെ ഓസ്ട്രേലിയക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും മാത്രമല്ല, ഇപ്പം ഹുവായ് എന്ന് പറയുന്നത് ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി 5G ട്രയൽസ് ഓരോ രാജ്യത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചൈനീസ് കമ്പനിയെ, അതായത് ചൈനയുടെ കമ്പനിയെ ഓസ്ട്രേലിയയിൽ 5G ട്രയൽസ് ചെയ്യാൻ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അനുവദിച്ചിട്ടുമില്ല. സോ ഇങ്ങനൊരു ഇഷ്യൂസ് ഉണ്ടായപ്പോഴേക്കും ചൈന എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓസ്ട്രേലിയക്കെതിരായിട്ട് സാങ്ഷൻസ്, എസ്പെഷ്യലി എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി. അതായത് അവിടുത്തെ വൈൻ, ബാർലി, കോൾ ഇതൊക്കെ ഇവരുടെ എക്കണോമിയിലെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഇതിനെതിരെയാണ് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ഡാർവിൻ പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് 99 വർഷത്തേക്ക് ചൈനീസ് കമ്പനിയായിട്ടുള്ള ലാൻഡ് ബ്രിഡ്ജ് ഗ്രൂപ്പിന് ലീസിന് കൊടുത്തേക്കുന്ന പോർട്ടാണ് ഡാർവിൻ പോർട്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടൈമിൽ ഈ ലാൻഡ് ബ്രിഡ്ജ് ഗ്രൂപ്പ് ഓഫർ ചെയ്തേക്കുന്ന എമൗണ്ട് വളരെ ഹ്യൂജ് ആയിരുന്നു. ഒപ്പം തന്നെ ഈ റീജിയൻസിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നും അവർ പ്രോമിസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഈ ഒരു ചൈനീസ് കമ്പനിയുമായിട്ട് എഗ്രിമെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ആയതോടുകൂടി ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് ഈ ഒരു ലീസുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഈ ഡാർവിൻ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ലീസുമായി ബന്ധപ്പെട്ടിട്ട് റിവ്യൂ നടത്താനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. നമുക്കറിയാം ഓസ്ട്രേലിയയും US നല്ല രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ USA ഈ റീജിയൻസിൽ മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, സിവിലിയൻ എക്സസൈസും കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ഇവിടെ ഒരു ചൈനീസ് കമ്പനി, അല്ലെങ്കിൽ ചൈനീസ് കമ്പനി എന്ന് പറയുമ്പോൾ ചൈനീസ് ഗവൺമെൻറ് അവിടെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു ഡാർവിൻ പോർട്ടിൽ ഇവർക്ക് അഫയേഴ്സിനുള്ള ലീസ് ഉള്ളത് കൊണ്ട് തന്നെ US ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു എക്സസൈസിനെ ഒബ്സർവ് ചെയ്യാനും കൂടി വേണ്ടിയാണ് ഇവരിത് ചെയ്തേക്കുന്നത്. സോ ഓസ്ട്രേലിയ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൺസേണിലാണ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, ചൈനയും ഓസ്ട്രേലിയയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള പോർട്ടാണ് ഡാർവിൻ പോർട്ട്. ഇതിൻ്റെ ലൊക്കേഷൻ ഓസ്ട്രേലിയയുടെ നദേൺ പാർട്ടിലാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. താലിബാൻ ക്യാപ്ചേഴ്സ് കീ ഡാം ഇൻ അഫ്ഗാനിസ്ഥാൻ. സോ കോണ്ടെക്സ്റ്റ് ഒരു ഡാമിനെ പറ്റിയാണ്, ഡെഹല ഡാം. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് ചോദിക്കും. അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ പ്രൊവിൻസിലാണ് ഡെഹല ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഡാമിനെ പറ്റി പഠിക്കുമ്പോഴും ഏത് റിവറിന് എക്രോസ് ആണെന്ന് നമ്മൾ പഠിക്കണം. സോ അഫ്ഗാനിസ്ഥാനിലെ അർഖാൻ ഡാം റിവറിന് എക്രോസ് ആയിട്ടാണ് ഈ ഒരു ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഡാമാണിത്. USA ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. മാൻ വിത്ത് ഡൗൺ സിൻഡ്രോം ഡൈസ് ഓഫ് നോ ഓക്സിജൻ അറ്റ് ഹോസ്പിറ്റൽ. സോ കോണ്ടെക്സ്റ്റ് ഡൗൺ സിൻഡ്രോമിനെ പറ്റിയാണ്. അപ്പം ഏതെങ്കിലും ഒരു കുട്ടികളിൽ എക്സ്ട്രാ ക്രോമസോമിൻ്റെ കോപ്പിയുമായിട്ട് ജനിക്കുകയാണെങ്കിൽ അവരിലാണ് ഈ ഒരു അസുഖം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ, അതായത് സാധാരണ ഒരു നോർമൽ ഹ്യൂമനിൽ 46 ക്രോമസോംസ് ആണുള്ളത്, പെയറാണ്. ഇപ്പോൾ 23 അമ്മയിൽ നിന്നും
പിന്നെ ബാക്കിയുള്ള 23 അച്ഛനിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പെയറാണ്. അപ്പോൾ 46 ക്രോമസോംസ് ആണുള്ളത്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പം എക്സ്ട്രാ ഒരു കോപ്പിയും കൂടി കാണുമെന്ന് പറഞ്ഞു. അതായത് 47 ക്രോമസോംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു വരുമ്പോൾ ഇതൊരു അബ്നോർമൽ കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ അബ്നോർമൽ സെൽ ഡിവിഷൻസ് ഉണ്ടാവുകയും ഒരു എക്സ്ട്രാ ജെനറ്റിക്കൽ മെറ്റീരിയൽ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ജെനറ്റിക് ഡിസോർഡർ ആണ്. സോ ഇങ്ങനെ ഡൗൺ സിൻഡ്രോം ഉള്ളവരിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് അനലറ്റിക് തിങ്കിങ് ഒന്നും വരില്ല. ഡൗൺ സിൻഡ്രോമിൻ്റെ മറ്റൊരു പേരാണ് ട്രൈസോമി 21. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 1 സോഷ്യൽ ഇഷ്യൂസ് പ്ലസ് GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ഇൻ അയർലൻഡ്സ് കോംപ്ലക്സ് ട്രബിൾസ് ലെസൺ ഫോർ ഇന്ത്യ. സോ കോണ്ടെക്സ്റ്റ് നദേൺ അയർലൻഡിലെ ലേറ്റസ്റ്റ് കമ്മ്യൂണൽ ക്ലാഷസിനെ പറ്റിയാണ് പറയുന്നത്. ഇതിനൊരു കോംപ്ലക്സ് ഹിസ്റ്ററിയും ഉണ്ട്. ഒപ്പം തന്നെ ഇപ്പം നടക്കുന്ന ഈ ഒരു കറണ്ട് ടെൻഷൻസ് ഇന്ത്യക്ക് ഒരു ലെസണും കൂടിയാണ്. സോ കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുമ്പം 2 കമ്മ്യൂണിറ്റീസ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഈ റീജിയനിലുള്ള പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ ബ്രിട്ടീഷ് യൂണിയനിലുള്ളവരാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഒപ്പം തന്നെ കാത്തലിക് ഐറിഷ് നാഷണലിസ്റ്റ്. അപ്പം ഈ ഒരു പേര് തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഒരു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസിന് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പാർട്ടായിട്ട് തന്നെ റിമൈൻ ചെയ്യാനാണ് ആഗ്രഹം. എന്നാൽ കാത്തലിക് ഐറിഷ് നാഷണലിസ്റ്റിന് ഈ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് ലിബറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ നോർത്തേൺ അയർലൻഡിനെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡുമായിട്ട് യുണൈറ്റ് ചെയ്യാനാണ് ആഗ്രഹം. കൺഫ്യൂസ്ഡ്? നമുക്ക് മാപ്പ് വെച്ചിട്ട് ഇത് മനസ്സിലാക്കാൻ നോക്കാം. സോ ഈ ഒരു അറ്റ്ലാന്റിക് ഓഷൻ നോക്കുകയാണെങ്കിൽ 2 ലാർജ് ഐലൻഡ്സ് ആണുള്ളത്, ഗ്രേറ്റ് ബ്രിട്ടനും റിപ്പബ്ലിക് ഓഫ് അയർലൻഡും. അപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുമ്പം 4 രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ്, അതിൻ്റെ കൂടെ നോർത്തേൺ പാർട്ട് ഓഫ് അയർലൻഡ്. ഇത് ഇത്രയും കൂടി ചേർന്നിട്ടാണ് ഗ്രേറ്റ് ബ്രിട്ടൻ ഉള്ളത്. അപ്പോൾ റിമൈനിങ് ആയിട്ട് ഈ മാപ്പിൽ കാണാം, അതെന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ആണ്. അതൊരു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് നേഷൻസ് ആണ്. നമുക്കറിയാം യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ ബ്രെക്സിറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ്റെ മെമ്പർ തന്നെയാണ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഭാഗമായിട്ടുള്ള നോർത്തേൺ പാർട്ട് ഓഫ് അയർലൻഡിനാണ് എന്ത് ചെയ്യേണ്ടത്, ഈ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലേക്ക് പോകേണ്ടത്. അതായത് UK നിന്ന് എന്ത് ചെയ്യണം, ലിബറേറ്റ് ചെയ്യണം. അതിൽ കുറച്ച് പേർക്ക് മാത്രമേ ആ ലിബറേഷൻ ഉള്ളൂ. പക്ഷേ കുറച്ച് പേരെന്താണ്, ബ്രിട്ടനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ ഒരു കമ്മ്യൂണൽ വയലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈവൻ സ്കോട്ട്ലാൻഡിലും സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. സ്കോട്ട്ലാൻഡിനും ഇൻഡിപെൻഡൻ്റ് ആവണമെന്നുണ്ട്, UK നിന്ന് ലിബറേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വലിയ ക്ലാഷസോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു നോർത്തേൺ പാർട്ടിൽ, ഈ ഒരു അയർലൻഡ് റീജിയനിൽ 1970 തൊട്ട് ഈ കമ്മ്യൂണൽ വയലൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1990 വരെ ഇത്തരത്തിലുള്ള ഇൻസർജൻസി ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് റിപ്പബ്ലിക് ഐറിഷ് ആർമി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്തേൺ അയർലൻഡിലേക്ക് വരികയും അവിടെ വയലൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ഇൻസർജൻസി മൂവ് ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്തേൺ അയർലൻഡിനെ UK നിന്ന് ലിബറേറ്റ് ചെയ്തിട്ട് ഈ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയായിരുന്നു. ഇത്രയും ഡെക്കേഡായിട്ട് ഈ ഒരു കമ്മ്യൂണൽ വയലൻസ് കണ്ടിന്യൂ ചെയ്തതുകൊണ്ടാണ് 1998 ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഗുഡ് ഫ്രൈഡേ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. പക്ഷേ അതിനൊരു ഇൻറ്റേർണലി ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നിലനിൽക്കുക തന്നെയാണ് ചെയ്തത്. പുറമേ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നേ ഉള്ളൂ, വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഒപ്പം തന്നെ ബ്രെക്സിറ്റ് സംഭവിച്ചതോടുകൂടി ഈ കമ്മ്യൂണൽ വയലൻസ് അതിൻ്റെ ഹൈ പൊസിഷനിലെത്തി. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ആയില്ലേ. അപ്പോൾ ഇങ്ങനെ ആയപ്പം ഇതിൽ ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം എന്നും പറഞ്ഞല്ലോ. അതിൽ വെയിൽസും ഈ ഒരു ഇംഗ്ലണ്ടും മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി റീജിയൻസ് എല്ലാം തന്നെ ബ്രെക്സിറ്റിനെതിരായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു നോർത്തേൺ അയർലൻഡിൽ ഇങ്ങനെ ഒരു ഡിവിഡൻഡ് ഉണ്ടാവാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രെക്സിറ്റ് സംഭവിച്ചപ്പം ഈ ഒരു നോർത്തേൺ അയർലൻഡിൽ ബ്രിട്ടനിൽ തന്നെ അവർക്ക് UKയുടെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ്റെ മെമ്പറാണ്. അപ്പോൾ UK യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ആവുകയാണെങ്കിൽ ഈ നോർത്ത് അയർലൻഡും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനും ഇടയിലൊരു ഹാർഡ് ബോർഡർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ട്രേഡിലും എല്ലാം തന്നെ റെസ്ട്രിക്ഷൻ ഉണ്ടാവുകയും ഈ വയലൻസ് കുറയ്ക്കുകയും അവർക്ക് എന്ത് ചെയ്യാം, ബ്രിട്ടൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണൽ ടെൻഷൻസും വയലൻസും ഒക്കെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്തേൺ അയർലൻഡ് ഈ റിപ്പബ്ലിക് ഓഫ് അയർലൻഡുമായിട്ട് യുണൈറ്റ് ചെയ്യാനുള്ള ഒരു
ആ ഒരു രീതിയിലാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. അതിന് ഈ ബ്രെക്സിറ്റ് മാത്രമല്ല റീസൺ എന്ന് വെച്ചാൽ ഈ നോർത്തേൺ അയർലൻഡ് റീജിയൻസ് നോക്കുകയാണെങ്കിൽ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള റീജിയനാണ്, വളരെ അണ്ടർ ഡെവലപ്ഡ് ആണ്. പോവർട്ടി റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഹൈ ആണ്, പുവർ എഡ്യൂക്കേഷൻ ആണ്, അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലാണ്, പുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് ഇതിൻ്റെ ഇൻഡെക്സ് ഒക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റീജിയനിലുള്ള ആൾക്കാർക്ക് എന്താണ്, ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് ലിബറേഷൻ വേണമെന്ന് ആഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇനി ഇത് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രസിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വരുമ്പം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉള്ള എല്ലാ കൺട്രീസും എന്ത് ചെയ്യണം, വിജിലൻ്റ് ആയിരിക്കണം. സോ ഒരു കമ്മ്യൂണൽ വയലൻസ് എങ്ങനെയാണ് ഒരു രാജ്യത്തിനെ വിഭജിക്കുന്നത് എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. ഇന്ത്യയെ പോലെ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ളൊരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ വരേണ്ട ആൾക്കാർ തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ വയലൻസിനെ അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇൻസ്റ്റിഗേറ്റ് ചെയ്യുമ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഒരുപാട് കമ്മ്യൂണിറ്റി ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ നോക്കിക്കാണണം. അപ്പോൾ എല്ലാ ഡെമോക്രസിയെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു വയലൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യം ലിബറേറ്റ് ചെയ്യുമ്പോൾ പിന്നീട് ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ ഓൾറെഡി ഒരു ചെറിയ ഇഷ്യൂ ആണുള്ളത്. അപ്പോൾ അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും. കാരണം നമ്മുടെ ബോർഡറിൽ എല്ലാ റീജിയനിലും നമുക്ക് ഇഷ്യൂസ് ഉണ്ട്. സോ എല്ലാ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ള രാജ്യങ്ങളും വിജിലൻ്റ് ആയിരിക്കണമെന്നാണ് ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. യൂറോപ്യൻ യൂണിയൻ ടു ഡിസ്കസ് US വാക്സിൻ പേറ്റന്റ് പ്ലാൻ അറ്റ് ഫ്രൈഡേ സമ്മിറ്റ്. സോ കോണ്ടെക്സ്റ്റ് വാക്സിൻ പ്രൊഡക്ഷനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു വാക്സിൻ പ്രൊഡക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈമിലും പുതിയ പുതിയ മൾട്ടിപ്പിൾ വേരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം ഈ ഒരു ക്രൂഷ്യൽ ടൈമിൽ നമുക്കിതിനെ എല്ലാം ഒതുക്കേണ്ടതുണ്ട്. അതിന് പുതിയ ഇന്നൊവേഷൻസും പുതിയ വാക്സിൻസുമാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ കണ്ടുപിടുത്തത്തിനെ എൻകറേജ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉള്ളത്, അതായത് പേറ്റൻറ്റ് റൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇത് ഗ്രാൻഡ് ചെയ്യുന്നത് ഓരോരോ രാജ്യങ്ങളിലെ ആ ഒരു റെസ്പെക്റ്റീവ് ഗവൺമെൻറ്റ്സ് ആയിരിക്കും. ഒപ്പം തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ട്രിപ്സ് ആക്റ്റുമാണ്. സോ പേറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ്ക്ലൂസീവായിട്ടൊരു മാനുഫാക്ചറിങ് റൈറ്റ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഏത് കമ്പനിയാണോ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കമ്പനിക്കാണ് ഈ ഒരു മാനുഫാക്ചറിങ് റൈറ്റ്സ് പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സെയിം പ്രോഡക്റ്റ് വേറെ ആർക്കെങ്കിലും എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഈ കമ്പനി, അതായത് പേറ്റൻറ്റ് റൈറ്റ്സ് ഉള്ള കമ്പനിയിൽ നിന്ന് പ്രയർ പെർമിഷൻ വാങ്ങണം. അങ്ങനെ പെർമിഷൻ മാത്രം വാങ്ങിയാൽ പോരാ, അവർക്കൊരു പേയ്മെൻറ്റും കൊടുക്കണം. ഇതാണ് ഈ ഒരു പേറ്റൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെന്ത് ചെയ്യും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിനും എല്ലാം തന്നെ എല്ലാവരെയും എൻകറേജ് ചെയ്യും. അപ്പോൾ ഓരോ പേറ്റൻസും ഓരോ രാജ്യത്തിൻ്റെയും അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള പേറ്റൻറ്റ് ഉണ്ട്, ഓരോ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ലെവലിൽ മറ്റ് രാജ്യങ്ങളും ഉണ്ടായാൽ മാത്രമേ ഇത് തമ്മിലുള്ള ട്രേഡും കാര്യങ്ങളും എല്ലാം സ്മൂത്തായിട്ട് നടക്കത്തുള്ളൂ. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയൊക്കെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ഒപ്പം തന്നെ ഒരുപാട് പുവറസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഇവർക്ക് ഈ ഒരു പേറ്റൻറ്റ് റൈറ്റ്സിൻ്റെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ കാരണം ഇവരുടെ വാക്സിൻ പ്രൊഡക്ഷൻ ഡിലേ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്രിട്ടിക്കൽ ടൈമിൽ വാക്സിൻ പ്രൊഡക്ഷൻ കുറച്ചും കൂടി സ്കെയിലപ്പ് ചെയ്യാൻ ഈ ഒരു പേറ്റൻറ്റ് റൈറ്റ്സ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേറ്റൻറ്റ് റൂൾസ് ഒന്ന് എടുത്തു കളയണം അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ട് വേവ് ഓഫ് ചെയ്യണമെന്ന് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ അടുത്തേക്ക്. സോ ഈ ഒരു പ്രപ്പോസലിനെ റിവ്യൂ ചെയ്യുകയും ഇതിനെ സപ്പോർട്ട് ചെയ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവരുടെ സപ്പോർട്ട് ഈ സെക്കൻഡ് വേവിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ടെമ്പററി വേ ഓഫിന് അവർ തയ്യാറാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഫ്രാൻസും റഷ്യയും എല്ലാം തന്നെ അവരുടെ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒപ്പോസ് ചെയ്യാനായിട്ട് ജർമ്മനിയും ഒപ്പം തന്നെ കുറേ ബിഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും മറ്റൊരു സൈഡിലുണ്ട്. അപ്പോൾ ഈ ഒരു യൂറോപ്യൻ യൂണിയൻ നോക്കുകയാണെങ്കിൽ കുറച്ച് രാജ്യങ്ങൾ എന്താണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് രാജ്യങ്ങൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം ഇതുപോലത്തുള്ള ബിഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈ ഇൻകം ഉള്ള ഡെവലപ്ഡ് കൺട്രീസിലാണ്. അപ്പോൾ ഒബ്വിയസ്ലി പേറ്റൻറ്റ് റെസ്ട്രിക്ഷൻസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുവർ ആയിട്ടുള്ളതും ഡെവലപ്പിംഗ് കൺട്രീസിനുമാണ്. കാരണം റോ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായാലേ നമുക്ക് പ്രൊഡക്ഷൻ നടത്തുള്ളൂ. എല്ലാ മെറ്റീരിയൽസും നമുക്കിവിടെ അവൈലബിൾ അല്ല. അപ്പം മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ ഇതിൻ്റെ ട്രേഡ് ബാരിയേഴ്സൊക്കെ നമ്മുടെ വാക്സിൻ പ്രൊഡക്ഷനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്.
US-ന്റെ ഈ ഒരു എക്സ്റ്റെൻഡഡ് സപ്പോർട്ടിനെ ഇന്ത്യ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഈ ഒരു സജഷൻ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയെ അത് ഒരുപാട് രീതിയിൽ സഹായിക്കും. പക്ഷേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ 164 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇത് കൺസെൻസസ് വഴിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇതിൽ ഒരു രാജ്യം, ഈ മെമ്പേഴ്സിൽ ഒരാൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസൊല്യൂഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് റെസൊല്യൂഷൻ ഫെയിലിയർ ആവും. അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി മാത്രമേ അവിടെ റെസൊല്യൂഷൻ പാസ്സാക്കത്തുള്ളൂ. സോ ഈ ആർട്ടിക്കിളിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സിമിലർ ആയിട്ടൊരു ആർട്ടിക്കിൾ നമുക്ക് മറ്റൊരു പേജിൽ കാണാം. ഡ്രഗ് മേക്കേഴ്സ് സേസ് ബൈഡൻ മിസ്ഗൈഡഡ് ഓവർ പേറ്റന്റ് വേവർ. സോ കോണ്ടെക്സ്റ്റ് ഈ ഒരു പേറ്റന്റ് വേവ് ഓഫിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇപ്പം നമുക്ക് ഈ പേറ്റന്റ് വേവ് ഓഫിന് വേണ്ടിയുള്ള സജഷൻസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റബിൾ ആയിട്ടും അഫോർഡബിൾ ആയിട്ടും വാക്സിൻ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ജർമ്മനി ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിന് അവരുടെ മുമ്പിൽ ഒരു വാലിഡ് പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സപ്ലൈ ചെയിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേറ്റന്റ് റൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പുവറസ്റ്റ് രാജ്യങ്ങൾക്കാണെങ്കിലും ഡെവലപ്പിംഗ് നേഷൻസിനാണെങ്കിലും പ്രൊഡക്ഷൻ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓൾറെഡി അവർക്ക് പ്രൊഡക്ഷൻ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി പെട്ടെന്ന് നമ്മൾ ഈ പേറ്റന്റ് എടുത്ത് മാറ്റുകയാണെങ്കിലും ഇവർക്ക് ഒറ്റ രാത്രി കൊണ്ട് എന്താണ് ഈ ഒരു പ്രൊഡക്ഷൻ ഒരു വലിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ജർമ്മനി പറയുന്നുണ്ട്. ഈവൻ ഇന്ത്യ പോലുള്ള രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേൾഡ്സിലെ തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വാക്സിനാണ്. നമ്മൾ ഈ സ്ട്രിക്റ്റ് പേറ്റന്റ് റൂൾസൊക്കെ പെട്ടെന്ന് വേഗത്തിൽ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ വാക്സിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനെയും കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമെന്ന് ജർമ്മനി വാദിക്കുന്നു. വാക്സിൻ്റെ സേഫ്റ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വാക്സിൻ എടുക്കാൻ തയ്യാറാവില്ല, വാക്സിൻ ഹെസിസ്റ്റൻസിയിലേക്ക് പോകും. പേറ്റന്റ് റൂൾസ് എടുത്ത് കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് അല്ലെങ്കിൽ കമ്പനീസിന് മാനുഫാക്ചർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി കൊടുക്കും. അപ്പോൾ ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് വരുമ്പം ഇതിൻ്റെ സ്റ്റാൻഡേർഡും സേഫ്റ്റിയും ക്വാളിറ്റിയും എല്ലാം തന്നെ കോംപ്രമൈസ്ഡ് ആവും എന്നാണ് ജർമ്മനി വാദിക്കുന്നത്. ഒപ്പം തന്നെ പേറ്റന്റ് എടുത്ത് കളയുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു ഇന്നൊവേഷനുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. ഒരുപാട് ഇന്നോവേറ്റേഴ്സിനെ ഡിസ്കറേജ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു പേറ്റന്റ് റൂൾസ് എടുത്ത് കളയുക എന്നുള്ളത്. ഒപ്പം തന്നെ ബിഗ് ഫാർമ കമ്പനീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു വാക്സിൻ ഷോർട്ടേജിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിൻ്റെ സ്കെയർസിറ്റിയാണ്. എങ്ങനെയാണ് റോ മെറ്റീരിയൽസ് സ്കെയർസിറ്റി ഉണ്ടാവുന്നത്? ഇപ്പം കുറേ ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ എക്സ്പോർട്ട് കൺട്രോൾസ് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ US-ൽ ഡിഫൻസ് പ്രൊഡക്ഷൻ ആക്ട് പ്രകാരം ഒരുപാട് ട്രേഡ് ബാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് എക്സ്പോർട്ടിനെ ബാധിക്കും. എക്സ്പോർട്ടിനെ ബാധിക്കുമ്പോൾ റോ മെറ്റീരിയൽസ് കറക്റ്റ് ടൈമിൽ ഓരോ രാജ്യങ്ങളിലും എത്തില്ല. റോ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ നമുക്ക് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന US തന്നെ ഒരുപാട് ട്രേഡ് ബാരിയേഴ്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പോർട്ട് കൺട്രോളും കാര്യങ്ങളുമൊക്കെ എടുത്തു കളഞ്ഞാൽ തന്നെ പകുതി ഇഷ്യൂസ് സോൾവ് ആവുമെന്നാണ് ബിഗ് ഫാർമ കമ്പനീസ് പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലെ US പോലുള്ള വലിയ രാജ്യങ്ങളുടെ കയ്യിൽ ഓൾറെഡി തന്നെ സ്റ്റോക്സ് ഉണ്ട്, വാക്സിൻ്റെ സ്റ്റോക്സ് ഉണ്ട്. അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്സ് മറ്റ് രാജ്യങ്ങൾ, അതായത് പുവർ ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിന് ഷെയർ ചെയ്യാൻ തയ്യാറായാൽ തന്നെ ഈ ഒരു പേറ്റന്റ് വേ ഓഫിൻ്റെ ആവശ്യകത ഇല്ല എന്നും ബിഗ് ഫാർമ കമ്പനീസ് വാദിക്കുന്നുണ്ട്. ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും ഈ ഒരു റെക്കമെൻഡേഷനും ഇപ്പം സംഭവിച്ചിട്ടുള്ള പോലെ US-ൻ്റെയും ഫ്രാൻസിൻ്റെയും റഷ്യയുടെ എക്സ്റ്റെൻഡഡ് സപ്പോർട്ടിനെയും ഗവി അലയൻസും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അംഗീകരിച്ചിട്ടുണ്ട്, വെൽക്കം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം ഈ ഒരു പേറ്റന്റ് എടുത്ത് കളയുന്നത് ഇന്ത്യക്ക് ഒരുപാട് ബെനിഫിഷ്യൽ തന്നെയാണ്. കാരണം ഈ ട്രിപ്സ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ട്രിപ്സ് ആക്ടിൽ ഒരുപാട് പേറ്റന്റ് റെസ്ട്രിക്ഷൻസ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ റെഗുലേഷൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ടല്ലോ. ഈ റെഗുലേഷൻസ് എല്ലാം തന്നെ ഇന്ത്യ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കറൻ്റ്ലി ഉള്ള പേറ്റന്റ് ആക്ട് 2005 ഇന്ത്യ അമെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മുടെ ജനറിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ജനറിക് ഡ്രഗ് വേർഷൻ ഓഫ് പ്രൊഡക്ഷനെ നല്ല രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു പേറ്റൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവിങ്സ് നോക്കുകയാണെങ്കിൽ മുമ്പ് ഇനിഷ്യൽ ടൈമിൽ നമ്മൾ പ്രോഡക്റ്റ് പേറ്റൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നുള്ളൂ. പ്രോഡക്റ്റ്
പേറ്റന്റ് എന്ന് പറയുമ്പം എന്താണ്, ആ ഫൈനൽ പ്രോഡക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്, മറ്റു പ്ലെയേഴ്സിനൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ വരുത്തിയിട്ട് ഈ സെയിം പ്രോഡക്റ്റ് മറ്റൊരു വേർഷനായിട്ട് കൊണ്ടുവരാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആ മാനുഫാക്ചറിങ് റൈറ്റ്സ് ഉള്ള കമ്പനിക്ക് മാത്രമേ നിർമ്മിക്കാൻ കഴിയത്തുള്ളായിരുന്നു. 1970-ലാണ് ഇന്ത്യ പിന്നീട് പ്രോസസ് പേറ്റൻറ്റിലേക്ക് മാറിയത്. പ്രോസസ് പേറ്റൻ്റ് ആകുമ്പോൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വേരിയേഷൻസും മോഡിഫിക്കേഷനും വരുത്തിയിട്ട് പുതിയ പ്ലെയേഴ്സിന് വന്നിട്ട് പ്രൊഡക്ഷൻസ് നടത്താം ഗ്ലോബൽ സ്കെയിലിൽ തന്നെ. അതാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് പേറ്റൻറ്റിൽ നിന്ന് ഇന്ത്യ പ്രോസസ് പേറ്റൻറ്റിലേക്ക് മാറിയപ്പോഴാണ് ഇന്ത്യക്ക് ഇപ്പോൾ ജനറിക് ഡ്രഗ്സ് ആണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസിലാണെങ്കിൽ തന്നെയും മറ്റ് രാജ്യങ്ങളെ എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ മറ്റ് വേൾഡ് നേഷൻസിനൊന്നും ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ എപ്പോഴും നമ്മൾ നാഷണൽ ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രേഡ് ബാരിയേഴ്സ് ആണെങ്കിൽ തന്നെയും പേറ്റൻറ്റ് റൂൾസ് ആണെങ്കിൽ തന്നെയും ഒരു ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യണം, ഒരു റിലാക്സേഷൻ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ വാക്സിൻ പ്രൊഡക്ഷനിൽ നമുക്ക് കാര്യമായിട്ട് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്തത്. That's it. Waiting for your valuable suggestions. Thank you for watching.